അമേരിക്കയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ വീണ്ടും പുകയുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പീഡനങ്ങളും അതിക്രമങ്ങളും ഭയന്ന് അമേരിക്കയിൽ അഭയം തേടിയെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു പുതിയ നിയമം നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണ്. അഭയാർത്ഥികൾക്ക് നിയമപരമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള അനുമതി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വൈകിപ്പിക്കുക എന്നതാണ് ഈ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇതിനെതിരെ അമേരിക്കയിലെ 20 സംസ്ഥാനങ്ങൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കാലിഫോർണിയ അറ്റോർണിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ നിയമം? ഇത് ഇന്ത്യക്കാരെയും മറ്റ് പ്രവാസികളെയും എങ്ങനെ ബാധിക്കും? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നിലവിൽ അമേരിക്കയിൽ ഒരാൾ രാഷ്ട്രീയ അഭയം തേടി അപേക്ഷ നൽകിയാൽ 150 ദിവസത്തിന് ശേഷം അവർക്ക് വർക്ക് പെർമിറ്റിനായി അപേക്ഷിക്കാം. 180 ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള അനുമതി പത്രം അല്ലെങ്കിൽ EAD, അതായത് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ലഭിക്കുമായിരുന്നു. അതായത് 6 മാസം കൊണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ചുരുക്കം. എന്നാൽ പുതിയ നിയമം സാഹചര്യം പൂർണ്ണമായും മാറ്റും. ഒന്നാമതായി, വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനുള്ള കാത്തിരിപ്പ് കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമാക്കിയാണ് വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമതായി, അപേക്ഷ നൽകിയാൽ അത് പ്രോസസ് ചെയ്യാൻ മുൻപ് നിശ്ചിത സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇനി അത് 180 ദിവസം വരെ എടുക്കാം. ചുരുക്കത്തിൽ, ഒരാൾ അമേരിക്കയിലെത്തി ഏകദേശം 1.5 വർഷം കഴിഞ്ഞാൽ മാത്രമേ നിയമപരമായി ഒരു ജോലി ചെയ്യാൻ സാധിക്കൂ എന്ന നില വരും. അതുവരെ അവർ എങ്ങനെ ജീവിക്കും എന്നതാണ് സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം. കാലിഫോർണിയ, ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ് തുടങ്ങിയ 20 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി ഫെഡറൽ ഗവൺമെന്റിന് കത്തെഴുതിയിരിക്കുകയാണ്. ഈ നിയമം മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് അവർ പറയുന്നത്. കാലിഫോർണിയ അറ്റോർണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, അഭയാർത്ഥികൾക്ക് അവരുടെ അപേക്ഷകളിൽ തീരുമാനമാകുന്നത് വരെ മാന്യമായി ജീവിക്കാൻ, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരെ അതിൽ നിന്ന് തടയുന്നത് അവരെ ചൂഷണങ്ങളിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. ഈ നിയമം നടപ്പിലാക്കിയാൽ അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും സർക്കാരിന് ലഭിക്കേണ്ട നികുതി വരുമാനത്തിൽ വലിയ കുറവുണ്ടാക്കുമെന്നും സംസ്ഥാനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ നിയമം മൂലം അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടവും ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനങ്ങൾ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം അഭയാർത്ഥികൾക്ക് ജോലി നിഷേധിക്കുന്നത് വഴി ഏകദേശം $126.6 ബില്യൺ വാർഷിക വരുമാനമാണ് നഷ്ടമായി ഉണ്ടാകുക. ജോലി ചെയ്യാൻ അനുമതിയില്ലാത്ത അഭയാർത്ഥികൾ കറുത്ത വിപണിയിലോ തുച്ഛമായ ശമ്പളത്തിന് നിയമവിരുദ്ധമായ ജോലി ചെയ്യാനോ നിർബന്ധിതരാകും. ഇത് തൊഴിൽ ചൂഷണത്തിന് വഴിമാറുമെന്ന് മാത്രമല്ല, ആരോഗ്യ പരിരക്ഷാ രംഗത്തും പൊതുസുരക്ഷാ രംഗത്തും സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ ബാധ്യതയുണ്ടാക്കും. ഇവർക്ക് ഭക്ഷണം നൽകാനും താമസം ഒരുക്കാനും സർക്കാർ ഖജനാവിൽ നിന്ന് കൂടുതൽ പണം ചിലവാക്കേണ്ടിയും വരും. അഭയാർത്ഥികൾ വെറും ഒരു കണക്കല്ല, അവർ മനുഷ്യരാണ്. സ്വന്തം രാജ്യത്തെ യുദ്ധമോ പീഡനമോ ഭയന്ന് പലായനം ചെയ്യുന്നവരാണവർ. അമേരിക്കയിലെത്തി മാസങ്ങളോളം ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക നിലയെയും ബാധിക്കും. കുട്ടികളുമായി എത്തുന്ന കുടുംബങ്ങൾ പട്ടിണിയിലാകാൻ ഇത് കാരണമാകും. പലരും വീടില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെടും. കൂടാതെ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് വർക്ക് പെർമിറ്റ് പ്രോസസ്സിംഗ് പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം USCIS ഡയറക്ടർക്ക് നൽകുന്നുണ്ട്. ഇത് അനിശ്ചിതകാലത്തേക്ക് അഭയാർത്ഥികളെ ഇരുട്ടിലാക്കാനും സാധ്യതയുണ്ട്. അമേരിക്കൻ ഭരണഘടന പ്രകാരം ഇത്തരം ഒരു നിയമം നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഭരണഘടനാ വിരുദ്ധവും യുക്തിരഹിതവുമാണ് ഈ നീക്കമെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാനങ്ങളുടെ നീക്കം. ട്രംപ് ഭരണകൂടത്തിന്റെ പല ഇമിഗ്രേഷൻ നയങ്ങളും നേരത്തെ കോടതികൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ പുതിയ നിയമവും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ്. ഇന്ത്യയിൽ നിന്നുള്ള അഭയാർത്ഥികളെയും ഇത് ബാധിക്കും. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും മറ്റും രാഷ്ട്രീയ അഭയം തേടി അമേരിക്കയിലെത്തുന്ന നിരവധി പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1.5 വർഷത്തെ കാത്തിരിപ്പ് അസാധ്യമായ ഒന്നായിരിക്കും. ചുരുക്കത്തിൽ, വരാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയും കുടിയേറ്റ വിരുദ്ധ വികാരം മുതലെടുത്തും കൊണ്ടുവരുന്ന ഈ നിയമം അമേരിക്കയുടെ മാനുഷിക മുഖത്തിന് കനത്ത പ്രഹരമാണ്. എന്നാൽ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ നിൽക്കുന്നത് അഭയാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസമാണ്. നിയമ പോരാട്ടം തുടരുന്നതിനാൽ ഈ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇമിഗ്രേഷൻ സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക.